അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2 ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു തന്ന് ഇതിനൊരു വെരിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞു. ഞാൻ ആ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ അതിൽ പറയുന്നത്, ഒരാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഫോൺ വെച്ചിരുന്നു നിലത്ത്. നിസ്കാര സമയത്ത് ഫോൺ റിങ് ചെയ്തു. സൈലൻ്റ് ആക്കാൻ മറന്നുപോയതായിരിക്കാം. അങ്ങനെ റിങ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ, അപ്പുറത്തും ആളുകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കുനിഞ്ഞ് ആ ഫോൺ എടുത്ത് സൈലൻ്റ് ആക്കി തിരിച്ചു വെക്കണം. അങ്ങനെ വെച്ചാൽ നിസ്കാരം ബാത്തിലാകുകയില്ല എന്ന് അദ്ദേഹം അയച്ചു തന്ന വീഡിയോയിൽ ഒരു പ്രഭാഷകൻ പറയുന്നു. ആരും അത്തരത്തിലുള്ള ഫത്വകൾ കേട്ട് വഞ്ചിതരാവരുത്. ഷാഫിഈ മദ്ഹബ് പ്രകാരം മറ്റു 3 മദ്ഹബുകൾ പ്രകാരവും അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള ഈ ഒരു പ്രവർത്തനം നിസ്കാരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിസ്കാരം ബാത്തുലാകും. നമുക്കറിയാമല്ലോ, തുടർച്ചയായ 3 പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. അത് 3 എന്നുള്ളൊരു ഹദ്ദ് വെച്ച് പറഞ്ഞത് ഷാഫി മദ്ഹബിൽ പാത്രാണ്. മറ്റു മദ്ഹബുകളിലൊക്കെ അധികരിച്ച പ്രവൃത്തി എന്നാണ്. ഏതായിരുന്നാലും നിസ്കരിക്കുന്ന ഒരാൾ റുക്കൂഇനോ സുജൂദിനോ വേണ്ടിയല്ലാതെ താഴേക്ക് കുനിയുക എന്നുള്ളത് എന്തായാലും പറ്റൂല. അത് ചെയ്താൽ നിസ്കാരം ബാത്തുലാകും. എന്തു ഫത്വയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. പറയുന്ന വിഷയത്തിൽ തന്നെ അദ്ദേഹം വായിക്കുന്ന അറബി പദങ്ങളും അതിന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്ന രൂപവും രണ്ടും ഒത്തുവരുന്നുമില്ല. ആധുനികമായ ലജ്നയുടെ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ ഇവിഷയ സംബന്ധമായി ഈ രൂപത്തിൽ, അദ്ദേഹം പറഞ്ഞ രൂപത്തിലല്ല, അദ്ദേഹം പറഞ്ഞ അതേ ഇബാറത്തുകൾ കേൾക്കാൻ സാധ്യമായിട്ടുണ്ട്. അവർ പറഞ്ഞത് പോക്കറ്റിൽ കിടന്ന് റിങ് ചെയ്യുന്ന ഫോണിനെ പോക്കറ്റിൽ നിന്ന് പുറത്തെടുക്കുകയും അത് സൈലന്റ് ആക്കി തിരിച്ചു വെക്കുകയും ചെയ്യാം. അതിൻ്റെ കൂടെ അവസാനം അവർ പറയുന്നുണ്ട് അധികരിച്ച പ്രവൃത്തി ഇല്ലാത്ത രൂപത്തിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും സൂക്ഷിക്കണം എന്ന രൂപത്തിലാണ് പറഞ്ഞത്. പക്ഷെ ഇത് യാതൊരു സൂക്ഷ്മതയും ഇല്ലാതെ മറ്റുള്ളവരുടെ നിസ്കാരം പ്രശ്നമാകുമെന്ന് പറഞ്ഞ് സ്വന്തം നിസ്കാരം ബാത്തിലാകുന്ന രൂപത്തിൽ ആരും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മളുടെ നിസ്കാരം ബാത്തിലാകും. ഒരു മദ്ഹബും അംഗീകരിക്കുന്ന രൂപത്തിലുള്ള ഫത്വയല്ല അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് ഈ വിഷയത്തിലെ മദ്ഹബിലെ പണ്ഡിതന്മാരുടെ മസ്അല. അള്ളാഹു കർമ്മങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.